ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ ഒരു ബജി ഉണ്ടാക്കിയാലോ. അതിനായിട്ട് കടച്ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും കടച്ചക്ക കൊണ്ട് കുറച്ചെടുത്ത് ബജി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ തൊലിയൊക്കെ ചെത്തി വൃത്തിയാക്കി ബജിക്കായിട്ട് വളരെ കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുത്തു. കനം കുറച്ചിട്ട് വേണം കേട്ടോ അത് അരിയാനായിട്ട്. ഞങ്ങൾ കടച്ചക്ക മേടിച്ചിട്ട് കുറേ നാളായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കുറേ നാൾ കൂടിയിട്ടാണ് ഇപ്പോൾ കടച്ചക്ക കിട്ടിയത്. അപ്പോൾ എന്തായാലും അതുകൊണ്ട് ഇത്തിരി ബജി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നല്ല ടേസ്റ്റാണ് കടച്ചക്ക ബജി. അതിനായിട്ട് കടലമാവ് ഞാനൊരു അരക്കപ്പ് കടലമാവും 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും അതുപോലെ പാകത്തിന് ഉപ്പും 1 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് കായം പൊടിയും ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് ബാറ്റർ തയ്യാറാക്കി. ഇത് ഈ പരുവത്തിലാണ് ഇരിക്കേണ്ടത് മാവ്. പിന്നെ മാവിൻ്റെ കടച്ചക്കയുടെ ഇരുവശവും മാവ് മുക്കിയെടുത്തതിന് ശേഷം വെളിച്ചെണ്ണയിൽ വറുക്കാനായിട്ട് ഇട്ട് കൊടുത്തു. അങ്ങനെ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തു. ഒരു ഭാഗം നല്ലോണം വെന്ത് വന്നതിന് ശേഷം അപ്പുറം മറിച്ചിട്ട് നല്ല ടേസ്റ്റാണ് കടച്ചക്ക ബജി. ഉണ്ടാക്കി നോക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയോളൂ. ഇത് കഴിക്കാനായിട്ട് സോസിൻ്റെ പോലും ആവശ്യമില്ല, അത്രയും ടേസ്റ്റാണ്. അപ്പോൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ.